ഹലോ, അപ്പം ഞാൻ ഇന്ന് വീണ്ടും ഒരു വാട്ട് കിച്ചണിടയായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. വേറെ ഒന്നല്ല, ഇന്ന് ഈ ഒരു ഗീ റോസ്റ്റ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ഓക്കെ ഇന്ന് എന്തുകൊണ്ട് നമുക്ക് വാട്ട് കിച്ചണിട എടുത്തുകൂടാ, ഇതൊരു നല്ല തുടക്കമാവുമെങ്കിലോ, ഇനി നമുക്ക് നല്ല ഫുഡ് ഇന്ന് കിട്ടിയിട്ടുണ്ടെങ്കിലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ എടുത്തു കേട്ടോ. പിന്നെ എനിക്ക് ഈ ദോശയുടെ മേലിങ്ങനെ നന്നായിട്ട് നെയ്യ് കൊഴിച്ച് ക്രിസ്പി ആയിട്ട് ഇങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇത് ഇന്നലത്തെ സാമ്പാറായിരുന്നു, അതും കൂടെ കൂട്ടിയിട്ട് നല്ല പിടി പിടിച്ചു കേട്ടോ. നിങ്ങൾക്ക് ഇത് എൻ്റെ പ്ലേറ്റ് കണ്ടാൽ തന്നെ മനസ്സിലാവും എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത്, ഓ ഇന്ന് എൻ്റെ മാമൻ്റെ വീടിൻ്റെ ലിൻഡൽ വാർപ്പായിരുന്നു. അപ്പം ഞങ്ങളൊന്നും നോക്കിയില്ല, നേരെ അങ്ങോട്ട് പോയിട്ടോ. ചിക്കൻ എന്തായാലും ഉണ്ടാവും എന്നുള്ളത് അറിയായിരുന്നു, പക്ഷേ ഈ പൊറോട്ട ഉണ്ടാവുമെന്ന് ഞാൻ തീരെ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഈ ഒരു പൊറോട്ടയും ചിക്കനും കഴിച്ചിട്ടുണ്ടായി. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. പിന്നെ അവിടെ എത്തിയപ്പോൾ എനിക്ക് വിശപ്പ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, എനിക്ക് എൻ്റെ വിശപ്പ് പിടിച്ചു നിർത്താൻ പറ്റില്ല കേട്ടോ. അപ്പോൾ തന്നെ ഞാൻ അവിടെ എത്തിയ പാടെ ഞാൻ ഈ ഒരു പൊറോട്ടയും ചിക്കനും കഴിച്ചു. പിന്നെ ഞങ്ങൾ നേരെ കടയിലോട്ട് വിട്ടിട്ട് ഈ ഒരു മിൽക്ക് ഷേക്ക് വാങ്ങി കുടിച്ചു കേട്ടോ. ഇത് അടിപൊളിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ മാമൻ്റെ മകൾ. അപ്പം ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. സംഭവം കിടിലനാണ് കേട്ടോ. അപ്പോഴത്തേക്ക് ഇതാ ബാക്കിൽ ഹാവിക്കുട്ടൻ വന്നപ്പോൾ ഞാനത് നൈസിൽ ഒളിപ്പിച്ച് വെക്കുകയാണ് കേട്ടോ. കാരണം ഇത് കണ്ടാൽ പിന്നെ അവന് ആവശ്യം വരും, അതുകൊണ്ട് ഞാൻ അവനെ കാണാതെ ഒളിപ്പിച്ച് വെച്ചതാണ്. പിന്നെ ഒരു 5 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമുക്ക് അമ്മായി ഒരു അടിപൊളി ചായയൊക്കെ വെച്ച് തന്നിട്ടുണ്ടായിരുന്നു. പഴംപൊരി നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയതാണ് കേട്ടോ. അപ്പോൾ ഇതാ ചായയും പഴംപൊരി ഇങ്ങനെ കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചോറും നല്ല ചിക്കൻ കറിയും അതുപോലെ തന്നെ ഈ ഒരു ക്യാബേജ് ഉപ്പേരിയായിരുന്നു വൈകുന്നേരം കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതും നല്ല പിടി പിടിച്ചു. പിന്നെ അവിടെ പോയാൽ നമുക്ക് വയറിന് ഗ്യാപ്പേ ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ഗ്യാപ്പില്ലെങ്കിലും നമ്മൾ എന്തെങ്കിലുമൊക്കെ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. അത് അവിടെ പോയാൽ ഉള്ള എൻ്റെ ഒരു ശീലമാണ്, അതെൻ്റെ ഒരു അസുഖമാണ് എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ. പിന്നെ അത് കഴിഞ്ഞ വഴിക്കത് ഈ ഒരു ബ്രിട്ടാനിയയുടെ ബ്രൗണി ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ എലൈറ്റിൻ്റെ ബ്രൗണിയും അതുപോലെ തന്നെ മിൽമയുടെ ബ്രൗണിയൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ബ്രിട്ടാനിയയുടെയും കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ എലൈറ്റിൻ്റെ ആണെന്ന് തപ്പിപ്പോയിട്ടുണ്ടായിരുന്നു, പക്ഷേ അവിടെ എലൈറ്റിൻ്റെ ഇല്ല, ബ്രിട്ടാനിയയുടെ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ നമ്മളിത് വാങ്ങിയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു എലൈറ്റും ഇതും വെച്ച് നോക്കുമ്പോൾ എലൈറ്റിനേക്കാളിലും ക്വാണ്ടിറ്റി കമ്മിയാണ് കേട്ടോ ഇത്. പക്ഷേ ടേസ്റ്റ് വൈസ് നോക്കുമ്പോൾ രണ്ടും ഏകദേശം ഒരേപോലെയാണ്. പക്ഷേ മിൽമ കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആയിട്ടാണ് കേട്ടോ എനിക്ക് തോന്നിയത്. എലൈറ്റും ഈ ഒരു ബ്രിട്ടാനിയും ഏകദേശം ഒരേപോലെ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഞാൻ അത് കഴിച്ചു. ഇനിയിപ്പോൾ ക്വാണ്ടിറ്റി കുറഞ്ഞാൽ എന്താ, ടേസ്റ്റ് ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിച്ച വഴിക്ക് അമ്മമ്മ കുറച്ച് പൈനാപ്പിളൊക്കെ കട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിച്ചു. പൈനാപ്പിൾ അത്യാവശ്യം നല്ല പുളിയുള്ള കാരണം അമ്മമ്മ അതിൽ കുറച്ച് മധുരമൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ എൻ്റെ ഒരു ദിവസത്തെ വാട്ട് കിച്ചണിടെ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്. താങ്ക് യു.